ഗർഭാവസ്ഥയിൽ നിൽക്കുന്ന സമയത്ത് മാതാവ് ഏതെങ്കിലും തരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങൾ, സിഗരറ്റ്, ആൽക്കഹോൾ, കഞ്ചാവ്, MDMA അത് ഉപയോഗിക്കുന്നത് മൂലം ജനിക്കുന്ന കുട്ടിക്കുണ്ടാവുന്ന പ്രശ്നങ്ങളെയാണ് നമ്മൾ ഫീറ്റൽ ഡ്രഗ് സിൻഡ്രോം. അതായത് ഗർഭാവസ്ഥയിൽ നിൽക്കുന്ന സമയത്ത് മാതാവ് ഏതെങ്കിലും തരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങൾ, ഉദാഹരണത്തിന് സിഗരറ്റ്, ആൽക്കഹോൾ, കഞ്ചാവ്, MDMA തുടങ്ങിയിട്ടുള്ള ഏത് തരത്തിലുള്ള ലഹരി പദാർത്ഥമായിക്കോട്ടെ അത് ഉപയോഗിക്കുന്നത് മൂലം ജനിക്കുന്ന കുട്ടിക്കുണ്ടാവുന്ന പ്രശ്നങ്ങളെയാണ് നമ്മൾ ഫീറ്റൽ ഡ്രഗ് സിൻഡ്രോം എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രശ്നങ്ങൾ പ്രകടമാവുന്നത് ജനനശേഷമാണ്. ആദ്യഘട്ടത്തിൽ ഉണ്ടാവുന്ന സമയത്ത് തന്നെ കുട്ടിക്ക് ബർത്ത് വെയിറ്റ് കുറവായിരിക്കും. തുടർന്ന് കുട്ടി വളർന്നു വരുന്നതിനനുസരിച്ച് മാനസികവും ശാരീരികവുമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ പ്രകടമാവുന്നു. മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ പറയുന്ന സമയത്ത് പ്രകടമാവുന്ന അസുഖത്തിൽ ഒന്നാണ് ADHD അഥവാ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ. അതുപോലെ തന്നെ പലതരത്തിലുള്ള പഠന വൈകല്യങ്ങളും കാണാറുണ്ട്. ഇത്തരം കുട്ടികൾ ഇമ്പൾസീവായിട്ടും അതുപോലെ തന്നെ വളരെ റെസ്റ്റ്ലെസ് ആയിട്ടും ബിഹേവ് ചെയ്തും കാണാറുണ്ട്. ശാരീരിക അസുഖങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഓർഗൻസ് ആയിട്ടുള്ള കിഡ്നി, ലിവർ, ഹേർട്ട് പോലെയുള്ള അവയവങ്ങൾ തകരാറിലാവാൻ സാധ്യത കാണുന്നുണ്ട്. ഇതുപോലെ തന്നെ നമുക്കിവരെ ഒറ്റ കാഴ്ചയിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇവരുടെ ഫേഷ്യൽ സ്ട്രക്ചറിൽ ഒരുപാട് മാറ്റങ്ങൾ കാണാറുണ്ട്. ഉദാഹരണത്തിന് 2 കണ്ണുകൾ തമ്മിലുള്ള അകലം, ഇപ്പോൾ ഈ അകലം കുറച്ച് കൂടുതലായിരിക്കും. അതുപോലെ തന്നെ അപ്പർ ലിപ്പ് വളരെ തിന്നായിട്ടും കണ്ണുകൾ മുഴുവനായിട്ടും തുറക്കാത്ത അവസ്ഥയിലും കാണാറുണ്ട്. ഗർഭാവസ്ഥയിൽ മാതാവിൻ്റെ ലഹരി ഉപയോഗം മൂലം വരാനിരിക്കുന്ന ഒരു തലമുറയിനെയും കൂടിയാണ് തകർക്കപ്പെടുന്നത്. അതുകൊണ്ട് നമുക്ക് ലഹരിയോട് വിട പറയാം.